ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓരോ പ്രഭാതത്തിലും പുതിയ കരുണങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വിലാപങ്ങൾ 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. കർത്താവിന്റെ കരുണയാൽ നാം ക്ഷയിച്ചു പോകുന്നില്ല, കാരണം അവന്റെ കരുണകൾ നിലയ്ക്കുന്നില്ല. അവ എല്ലാ ദിവസവും രാവിലെ പുതിയതാണ്. അതിരാവിലെ എഴുന്നേറ്റ് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവർക്ക് എല്ലാ ദിവസവും പുതിയ കരുണകൾ ലഭിക്കുന്നു. അതെ, കർത്താവിന്റെ കരുണ കൊണ്ടാണ് നാം ക്ഷയിച്ചു പോകാത്തത്. അവന്റെ കരുണകൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കർത്താവിന്റെ കരുണകൾ എല്ലാ ദിവസവും രാവിലെ പുതിയതാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ എല്ലാ ദിവസവും രാവിലെ കർത്താവ് മന്ന ചൊരിഞ്ഞു. എല്ലാ ദിവസവും പുതിയ മന്ന നൽകിയിരുന്നു. മുൻ ദിവസത്തെ മന്ന അടുത്ത ദിവസം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസത്തിനുള്ളിൽ അത് കേടാകും. ചൂടിൽ ഉരുകിയതിനാൽ സൂര്യൻ ചൂടായതിനു ശേഷം അത് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുടുംബത്തിന് മറ്റൊരു കുടുംബത്തിനായി അധികമായി ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഓരോ വീടിനും ആവശ്യമായ മന്ന കൃത്യമായി കർത്താവ് നൽകി. ആ മന്ന ദൈവത്തിന്റെ കൃപയുടെ ഒരു ചിത്രമായിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ സമയത്ത് ദിവസേന ദൈവത്തിന്റെ പുതിയ കൃപ നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കണമെന്ന് അപേക്ഷിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കരുണാമയനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്റെ വാഗ്ദാനം നിറവേറ്റും. പർവ്വതങ്ങൾ നീങ്ങിപ്പോകുകയും കുന്നുകൾ നീങ്ങിപ്പോകുകയും ചെയ്താലും എന്റെ ദയ നിങ്ങളെ വിട്ടു പോകുകയില്ല എന്ന് യെശയ്യാ 54-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. കർത്താവ് നമുക്ക് എന്ത് തരത്തിലുള്ള കൃപയാണ് നൽകുന്നത്? അത് നമ്മെ ഒരിക്കലും വിട്ടുപോകാത്ത കൃപയാണ്. പ്രാർത്ഥനയിൽ തന്നെ നിരന്തരം അന്വേഷിച്ച ദാവീദിനെ കണ്ടപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തു, ദാവീദേ, ഞാൻ എന്റെ കൃപ ശൗലിൽ നിന്ന് നീക്കിയതുപോലെ നിന്റെ മകനായ ശലോമോനിൽ നിന്ന് എന്റെ കൃപ ഞാൻ എടുത്തു കളയുകയില്ല. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിക്കളഞ്ഞതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഇത് 2 ശമൂവേൽ 7-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ശലോമോൻ പലതവണ കർത്താവിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വ്യതിചലിച്ചെങ്കിലും കർത്താവ് അവനോട് കരുണ കാണിച്ചു. ദാവീദിന്റെ പ്രാർത്ഥനകൾ ദാവീദിന്റെ പുത്രന്റെ മേൽ കൃപ കൊണ്ടുവന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിങ്ങളുടെ മേൽ മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും കൃപ കൊണ്ടുവരുന്നു. ദൈവമക്കളെ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു ഞങ്ങളോട് കൃപ കാണിച്ചിരിക്കുന്നു. അതെ, അത് തികഞ്ഞ ദിവ്യ കൃപയാണ്. അത് സമൃദ്ധവും കവിഞ്ഞൊഴുകുന്നതുമായ കൃപയാണ്. അതൊരിക്കലും നമ്മെ വിട്ടുപോകാത്ത കൃപയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 പത്രോസ് 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ പുറപ്പാട് 39-40 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.